ഭക്ഷണം നൽകി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ കൗണ്ടറിൽ നിന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം കഴിക്കുകയാണ്. എന്തായാലും വലിയ ഉത്തരവാദിത്തമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് അല്ലേ? ഇത്രയും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണല്ലോ. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള കൊല്ലത്തിന്റെ രുചിയൊക്കെ ഉണ്ടോ? കൊല്ലം നടൻ നന്നായി നടന്നാണ്. അതിനേക്കാളും നന്നാവും തിരുവനന്തപുരം. നന്നാവും കാരണം കൂടുതൽ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ മെച്ചപ്പെട്ടു വരും. ഇഷ്ടപ്പെട്ട പോവാണോ പുട്ടും കടലയും? പുട്ടും കടലയും ഇഷ്ടപ്പെട്ടു. കുട്ടികളോടെ ഒന്ന് ചോദിക്കണം, കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ. ഈ തുടക്കം നന്നായെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തുടക്കം നന്നായി, നല്ല ടേസ്റ്റ് ഉണ്ട്. പുട്ടുപൊടി നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. കുട്ടികൾ വന്നാൽ മതി, കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കും കേട്ടോ. വേവിച്ച് വയ്ക്കുക തീർന്നു പോയാൽ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ തയ്യാറാവും. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും. പോയാലേ ഉടനെ ഉണ്ടാവും. അതെ, ആർക്കും വരാം, ഏത് സമയവും ഭക്ഷണം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് തരാനുള്ളത്. അതോടൊപ്പം തന്നെ സ്വാദിനെ കുറിച്ച് കൂടി ഇവർ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്. കുട്ടികളിലേക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ശരി, കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കറിയില്ലല്ലോ. കറി ചോദിച്ചോ? ശരി. നീ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കാൻ വരുമോ? വരും. ഇപ്പൊ എങ്ങനെയുണ്ട് ഫുഡ്? നിങ്ങളൊക്കെ എവിടുന്നാ? കൊല്ലത്തെവിടെ? കൊട്ടാരക്കരയിൽ വരുവാണ്. ശരി. കൊട്ടാരക്കരക്കാർക്ക് പുട്ടുകടലേക്കാണ് ഇഷ്ടം. കഴിച്ചു തീർത്തല്ലോ. പുട്ട് പറയണോ? പുട്ട് വേണോ പറയണോ? ഇവരോട് എത്തിയാണോ? ഞങ്ങള് കൊല്ലം ജില്ല കൊട്ടാരക്കരയിൽ വരികയാണ് അല്ലേ? അപ്പൊ പ്രഭാത ഭക്ഷണം അങ്ങനെ ഉണ്ട്. നന്നായിരിക്കുന്നു. കലോത്സവത്തിന്റെ ഫുഡൊക്കെ മുൻപ് കഴിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇതെങ്ങനെയുണ്ട്? എല്ലാം നന്നായിരിക്കും. അത് തന്നെയാണ് കുട്ടികളും ഒപ്പം എത്തുന്ന അധ്യാപകരും ഒക്കെ പറയുന്നത് തന്നെയാണ്. കാരണം വളരെ ഉത്തരവാദിത്തത്തോടെ തുടങ്ങണം എന്ന ആത്മവിശ്വാസം തന്നെയായിരുന്നു അല്പസമയം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ കഴിച്ച് ഇല മടക്കുമ്പോഴും ആ ഒരു പുഞ്ചിരി ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഭക്ഷണശാല അത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യത്തെ കൗണ്ടറിലാണ് നമ്മളുള്ളത്. എല്ലാ കൗണ്ടറുകളിലും ആളുകൾ നിറയുകയാണ്. ബിനു ബാബയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.